നമസ്കാരം എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. ഓണത്തിന്റെ ഏറ്റവും ഫസ്റ്റ് റിലീസുമായി പൃഥ്വിരാജ് തിയേറ്ററിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുള്ളിയുടെ ഏറ്റവും പുതിയ സിനിമ ഖലീഫ. ഫിലിം ഡയറക്റ്റഡ് ബൈ വൈശാഖ്, എഡിറ്റിംഗ് ബൈ ചമൻ ചാക്കോ, മ്യൂസിക് ബൈ ചേക്സ് വിജയ്, DOP ബൈ ടോമോൻ ടി ജോൺ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പക്ക ഒരു മാസ് എന്റർടൈൻമെന്റ് പടം, ഒരു കൊമേഴ്ഷ്യൽ പടം, ഒരു വൈശാഖ് ഫിലിം. അവസാനമായിട്ട് പുള്ളിയുടെ ഇറങ്ങിയത് 2 വർഷം മുന്നേ എങ്ങാണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ ടർബോ ജോസ്, നമ്മുടെ മമ്മൂട്ടി നായകനായ ടർബോ സിനിമയായിരുന്നു ഇറങ്ങി. അതും ഒരു ആക്ഷൻ പടം, മമ്മൂട്ടിനെ വെച്ച് ഒരു ഇമേജ് ഒക്കെ വെച്ച് ഇറക്കിയ പടം. അതിന് മുന്നേ പുള്ളി ഇറക്കിയ മോൺസ്റ്റർ ആയിരുന്നു, മോഹൻലാലിനെ കുറിച്ച്. അതിനെ കുറിച്ച് ഞാൻ ഒന്നുമേ സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞ് 2026 2 വർഷം കഴിഞ്ഞ് പുള്ളി ഇറക്കിയ സിനിമയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ഈ ഖലീഫ എന്ന ഫിലിം. അപ്പൊ ഒരു വൈശാഖ് സ്റ്റൈല് പടമാണ്. കാരണം ഇതിൻ്റെ അകത്ത് 2-3 സാധനങ്ങൾ, പീക്ക് സാധനങ്ങളുണ്ട്. ഈ സിനിമയെ പീക്ക് എന്ന് വെച്ചാൽ ഈ സിനിമ നല്ല രീതിയിൽ ഹിറ്റ് ആക്കാൻ പോകുന്ന 2-3 പീക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന്, ഇതിന്റെ മ്യൂസിക് ബൈ ചേക്സ് വിജയ്. എന്റെ മോനെ, പുള്ളി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പണിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല വർക്കുമാണ്. പുള്ളി നല്ല പോലെ എഫേർട്ട് എടുത്തിട്ട് ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. കാരണം ഈ പടത്തില് BGM ഇല്ലെങ്കിൽ ഭയങ്കര എനിക്കൊന്ന് ബോറടിക്കും, എന്തായാലും ബോറടിക്കും. കാരണം ഇത് ഓർത്ത് നോക്കി, സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ BGM ആണ്. കാരണം കുത്തി നിറച്ചിരിക്കുകയാണ്. ഒരു ഹീറോ വരുന്നു, ഒരു വില്ലൻ വരുന്നു, ഒരു പഴയ ബാക്ക് സ്റ്റോറി പറയുന്നു, ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു ആക്ഷൻ സീക്വൻസ്, പിന്നെ എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ആകെ ഒരു BGM ഇല്ലാത്ത ഒരു സീൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു സീനുണ്ട് ഫാമിലിയുടെ കൂടെ. അതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. പിന്നെ അതല്ലാതെ BGM ഇല്ലാത്ത സീൻസ് ഇല്ല. അപ്പം അത്രയ്ക്ക് BGM പാട്ടുകളാണ്. മലപ്പുറത്താണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു മുസ്ലിം ഫാമിലിയുടെ സ്റ്റോറിയാണ്. അപ്പം അതിനായിട്ടുള്ള കുറെ മാപ്പിളപ്പാട്ട്, കുറെ അറബിക് ആണോ ഉറുദു ആണോ, കുറെ ആ രീതിയിലുള്ള പാട്ടുകളുണ്ട്. എനിക്ക് പാട്ടുകൾ കുറെ അധികം ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിൽ നല്ല PVRലൊക്കെ നല്ല ഡോൾബി ആറ്റ്മോസ് കൂടി കേൾക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. ആ ഫീല് പുള്ളി അവിടെ ഇട്ടു, അതിവിടെ ഫീലായി. അത്രയ്ക്ക് നല്ല ഫീലാണ്. അതുകൊണ്ട് ഒട്ടുമേ ബോറടിക്കൂല, ഒട്ടുമേ ബോറില്ല. അത് അല്ലെങ്കിൽ ഈ പാട്ടില്ലായിരുന്നു എനിക്ക് എന്തായാലും ബോറടിച്ച് പോരെ. കാരണം കുറെ അധികം ആക്ഷൻസ് അല്ലേ, കുറെ അധികം ആക്ഷൻസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും ബോറടിക്കും. പക്ഷെ ആ ബോറിൽ നിന്ന് ജീവൻ വരുത്തിക്കുന്ന, ആദ്യം ഞാൻ പറഞ്ഞ പോലെ പീക്ക് എലമെന്റ് ആണ് ഇതിന്റെ പാട്ട്. രണ്ടാമത്തെ പീക്ക് എലമെന്റ് മോനെ ക്യാമിയോ എന്നൊക്കെ പറഞ്ഞ, എന്തായാലും ഞാൻ റിവീൽ ചെയ്യാം. ലാലേട്ടൻ ആണ് ആ ക്യാമിയോ. അത് എല്ലാവർക്കും അറിയാം. ട്രെയിലറിലും പറഞ്ഞ പുള്ളി പൃഥ്വിരാജ് ഓൾറെഡി കുറെ അത് ഇന്റർവ്യൂസിലും പറഞ്ഞു ലാലേട്ടനുണ്ട്. അപ്പം അത് ഒരു സ്പോയിലർ അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ എന്തായാലും ഫസ്റ്റ് ഹാഫില് ലാലേട്ടൻ കാണൂലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പൃഥ്വിക്ക് ഒരു പണി കിട്ടി കഴിയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇപ്പൊ വരും, ഇനിയാണ് ലാലേട്ടൻ ദ കിങ് വിൽ ബി ഹിയർ ഇൻ സം ടൈം. പക്ഷെ ലാലേട്ടൻ വരുന്ന അവസാനം എല്ലാ പരിപാടിയും കഴിയും. പൃഥ്വിരാജിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അവസാനം ഏകദേശം ഒരു 1-2 മിനിറ്റ് ആ ലാസ്റ്റിലെ ആ രംഗത്താണ് പുള്ളി വരുന്നത്. പക്ഷെ ലാലേട്ടന്റെ ലുക്ക് മോനെ അടിപൊളി ലുക്ക്, അടിപൊളി എന്ന് വെച്ചാൽ ഫുള്ള് കട്ട താടി, കട്ട മീശ. ഇപ്പോഴത്തെ പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു മീശയില്ല, ആ മീശയിൽ അത് വെളുപ്പിച്ച്, മുടിയും ഫുള്ള് വെളുപ്പിച്ച്, സിഗാറും ആ കയ്യിൽ ഒരു റിങ്ങും. അതെനിക്കൊന്ന് ഒരു സിംഹത്തിന്റെ എങ്ങാണ്ട് ഒരു ഫേസ് പോലെയാണ് തോന്നുന്നു, എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒരു ഗ്ലിംസ് നമ്മൾ കാണുന്നുള്ളല്ലോ. പക്ഷെ അത് മോനെ മാസ് സാധനം മോനെ. ആ ഫിലിമില് ഏറ്റവും കൂടുതൽ പീക്ക് മൂവ്മെന്റ് എന്ന് പറയുന്ന അതായിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. മോഹൻലാലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമിയോസ് ആണ് ഇത്. ഇതുവരെ നമ്മൾ പുള്ളിനെ കുറെ അധികം ക്യാമിയോസിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ക്യാമിയോകളുടെ ഒരു ഇതാണല്ലോ, ഒരു സ്റ്റൈലാണല്ലോ. പക്ഷെ ഇത് വേറെ ലെവലാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ അതിന്റെ ഒരു സ്റ്റൈല് കിട്ടൂ. പിന്നെ ആകെ എനിക്ക് ഇതിനകത്ത് കുറച്ചൊരു ചളിയായിട്ട് തോന്നിയത്
ലാലേട്ടൻ സംസാരിക്കുന്ന ഇതിൻ്റെ അകത്ത് ആകെ 2 വാക്കേ പറയുന്നുള്ളൂ. അത് ഹിന്ദിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് കുറച്ചൊന്ന് ഫണിയായിട്ടാണ് തോന്നിയത്. ഒന്ന് എന്താ എന്താ മേരാ ഖൂൻ എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര ഫണിയാണ് കേട്ടോ. അത് പൃഥ്വിരാജിനൊക്കെ എന്റെ ചോരയാണിത്. അത് അങ്ങനെ പറഞ്ഞാല് എന്ത് രസമായിരുന്നു. എന്റെ ചോരയാണ് ഇത്, മേരാ ഖൂൻ എന്നൊക്കെ പറഞ്ഞ് ഇതെന്താ ഇത്. അത് മാത്രമേ എനിക്കൊരു ക്ഷോഭം തോന്നുള്ളൂ. ബട്ട് പുള്ളിയുടെ ലുക്ക്, പുള്ളിയുടെ ആ ഓറ ലെവൽ, അതാണ് ഓറ എന്ന് പറഞ്ഞ ലാലേട്ടന്റെ ഓറ. ഞാൻ പറഞ്ഞു പോയ കുറെ ഇത് പറയാൻ തോന്നുന്നു. അതുകൊണ്ട് അടുത്ത സംഭവത്തിലേക്ക് വരാം. പിന്നെ ലാലേട്ടൻ അല്ലാതെ 2 ക്യാമിയോസുകളും കൂടെ ഉണ്ട്. ഒന്നും റിവീൽ ചെയ്യുന്നില്ല, അത് കാണുക. അത് ആദ്യം ഒരു പുള്ളിയുടെ ഗാങ്ങിൽ, രണ്ടുപേരും പുള്ളിയുടെ ഗാങ്ങിൽ ഉള്ളത് തന്നെയാണ്. അപ്പം ഒന്ന് ഗാങ്ങിലുള്ളത്, പിന്നെ രണ്ടാമത് ഒരാളും കൂടെ വരും. അതുപോലെ അത് എനിക്ക് ശരിക്കും തോന്നിയ ആനിമലിന്റെ അകത്ത് രൺബീർ കപൂർ ലാസ്റ്റിൽ ഒരു പുള്ളിയുടെ ഒരു പരിപാടി ഇല്ലേ, അതേപോലെ തന്നെ മുടിയൊക്കെ ട്രിം ചെയ്ത് നല്ല ക്ലീൻ ട്രിം ലുക്കില് ലീനായിട്ടുള്ള ഒരു ആള് വരുന്നു. എന്റെ പൊന്നെ, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ട് സാർ. ലാലേട്ടൻ വരുമെന്നുള്ള കാര്യം നമുക്ക് അറിയായിരുന്നു. അപ്പൊ അതാണ് ഒരു ക്യാമിയോ നമ്മൾ എക്സ്പെക്ടഡ് ആയിട്ട് പോകുന്നു. അതിന്റെ കൂടെ 2 എണ്ണം കൂടെ ക്യാമിയോകളുടെ ഒരു വരവേൽപ്പ് തന്നെയാണ്. എന്റെ പൊന്നെ, അതെന്ന് വെച്ചാ ദാറ്റ് വാസ് റിയലി അൺഎക്സ്പെക്ടഡ്. അത് എവിടെ റിവീൽ ചെയ്യാതെ ഇവിടെ ഇങ്ങനെ പാത്ത് വെച്ചിരിക്കുന്നത്, അത് സമ്മതിക്കണം കേട്ടോ. അത് അടിപൊളി സംഭവമായിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. പിന്നെ പൃഥ്വിരാജ് ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളി ഇതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആക്ടിങ് പരിപാടികളെല്ലാം അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് പ്രത്യേകം പറഞ്ഞാൽ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി ബോഡി ഏറ്റവും ആദ്യം ഫിസിക്കല് വൈസ് പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് തോന്നി. ഇപ്പം മലയാള സിനിമയിൽ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പുള്ളി നല്ല ഫിറ്റ് ലീൻ ആയിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 10-45 ഏകദേശം ആ ഏജ് അല്ലേ പൃഥ്വിരാജിന്റെ. പുള്ളി ആ ഏജിലും ഇത്ര യങ്ങും ഇത്ര ഫിറ്റും, പിന്നെ പുള്ളിയുടെ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട പരിപാടികളുണ്ട്. അതിന്റെ കൂടെ ബിജിയും കൂടെ വരുമ്പം മാൻ ഒരു രക്ഷയില്ല. ഭയങ്കര കട്ട ലുക്ക്, കിഡു ലുക്ക് എന്ന് വെച്ചാൽ കിഡു ലുക്ക്. ഐ ലവ്ഡ്. അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന രഞ്ജി പണിക്കറാണ്. പുള്ളിയുടെ അഭിനയം നല്ലതായിരുന്നു. പിന്നെ പഴയ നമ്മുടെ ഒരു നടി, ഞാൻ പേര് വിട്ടുപോയി, പുള്ളിക്കാരി എനിക്കൊന്ന് കംബാക്ക് ആകാൻ തോന്നുന്നു. ഇതിനു മുന്നേ കുറെ നാളായി കണ്ടിട്ട്. പഞ്ചാബി ഹൗസിലൊക്കെ ദിലീപിലൂടെ അഭിനയിച്ച ചേച്ചിയാണ്. അപ്പം പുള്ളിക്കാരി ഉണ്ട് ഇതിനകത്ത്, നല്ല അഭിനയം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ എന്ത് പരിപാടി ചെയ്താലും, ഞാൻ പറഞ്ഞില്ലേ ട്രെയിലർ റിയാക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിന്ന ആസയാണ് ലാസ്റ്റ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രൻ സേട്ടനെ കാണുമ്പോൾ പുള്ളിയുടെ വേറെ ലുക്ക്, പുള്ളി ആ പറയുന്ന ഒരു ഇൻട്രോ ഉണ്ട്, അത് കിടു. ചെറിയ രംഗങ്ങളാണ് പുള്ളിക്ക്, പക്ഷെ പുള്ളിക്ക് കിട്ടിയ സീൻസ് ഒക്കെ പുള്ളി നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ദെൻ ഓവറോൾ ഞാൻ പറയുന്നത് ഈ 2-3 പീക്ക് എലമെന്റ് മാറ്റിയാൽ ദിസ് ഈസ് ആൻ ഓക്കെ പടം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസ് എന്റർടൈൻമെന്റ് പടമാണ്. അപ്പൊ ആ മാസ് എന്റർടൈൻമെന്റ് രീതിയിൽ തന്നെ നിങ്ങൾ പോയി കാണുക. അപ്പം ഇതിന് വേറൊരു എക്സ്പെക്ടേഷനും വെക്കരുത്. ഭയങ്കര അധികം ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ത്രില്ലറോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റോറി ലൈനോ അങ്ങനെ പറയാനായിട്ട് ഉള്ള പരിപാടികൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോയത്. ഇതൊരു പക്കാ വൈശാഖ പടം, ഒരു ഓണത്തിന് ഇറങ്ങിയ ഒരു ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ ഒരു പരിപാടിയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറെ അധികം പേര് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് വന്ന നമ്മുടെ ഷമ്മി തിലകൻ, അടിപൊളി മാൻ. പുള്ളിയുടെ വോയിസ് എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം. നല്ല ബേസ് ഉള്ള അച്ഛന്റെ ആ വോയിസ് കിട്ടിയ ഒരു മനുഷ്യനാണ് തിലകൻ ചേട്ടന്റെ അതേ ഒരു വോയിസും പിന്നെ ആ മുഴക്കവും പുള്ളിയുടെ ആ കെറ്റപ്പിന് പോലെ. പിന്നെ നിതിൻ മുകേഷ്, എനിക്കറിയില്ല, പൃഥ്വിരാജ് ഈ ചലിക്കാത്ത കുറെ ബോളിവുഡ് താരങ്ങള് ലൈക്ക് വിവേക് ഒബ്രായുടെ അച്ഛനാ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നിതിൻ മുകേഷ്, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നു നിതിൻ മുകേഷ്. പുള്ളി ഹിന്ദിയിലും വളരെ റയറായിട്ട് ഉള്ള പരിപാടികളായിരുന്നു പുള്ളിക്ക്. ഇപ്പൊ പടങ്ങളൊന്നും ഇല്ല ഇപ്പൊ പുള്ളി, എന്നാലും പൃഥ്വിരാജ് പുള്ളിനെ പൊക്കിക്കൊണ്ട് വന്നു. പക്ഷെ ആസ് എ വില്ലൻ പവർ ഇല്ലായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ പൃഥ്വി ഓരോ പണികൾ കൊടുക്കുമ്പോഴും ആ പണി എനിക്ക് ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു നിതിൻ മുകേഷ്. അല്ലാതെ ഒരു മാസ് സംഭവങ്ങളായിട്ട് പുള്ളിയുടെ പറയാൻ തക്ക വില്ലൻ ക്യാരക്ടറായിട്ട് ഒന്നുമില്ല.
ജസ്റ്റ് വന്നു, കിട്ടി, പോയി, അഭിനയിച്ചു, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ ഒരു പക്ക ഒരു ഹാർഡ് കോർ വില്ലനായിട്ടുള്ള ഒരു ഫീലിംഗും ഇല്ല. അത് കുറച്ചൊന്ന് വീക്കായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആക്ടിങ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയുന്നത് ഇതിന്റെ ആക്ഷൻസ് പരിപാടികളൊക്കെ, ആക്ഷൻസ് കാര്യങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് തോന്നിയത്. പൃഥ്വിരാജ് അതിനകത്ത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പ്രൊഫഷണൽ ഒരു ബോക്സറോ ഒരു കരാട്ടെ പഠിച്ച ഒരാളിനെ പോലെ തോന്നി. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു നോർത്ത് ഈസ്റ്റ് ടീം, എനിക്കൊന്ന് നേപ്പാളീസ് ആണോ അതുപോലത്തെ ഒരു ഗാർഡിന്റെ ടീം, അവരുടെ കുറച്ച് ഫൈറ്റ് സീൻസ് ഉണ്ട്. അത് അടിപൊളി, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് രീതിയിൽ ചെയ്ത്. നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മൾ ആ നിഞ്ച ഒരു ഗ്യാങ് കണ്ടില്ലേ, അതേപോലെ തന്നെ ഇതൊരു ഒരു നേപ്പാളി ഒരു ഈ ഗൂർഖ പോലത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒരു സംഭവം. ദാറ്റ് വാസ് കിഡു മാൻ. അത് നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഫൈറ്റ് സീക്വൻസ് എല്ലാം ഇതിന്റെ അടിപൊളിയാണ്. ഈ 3-4 എലമെന്റ്സ് ആണ് ഈ പടത്തിനെ ഏറ്റവും കൂടുതൽ കത്തിച്ച് നിർത്തുന്നത്. പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. അത് ഓൾറെഡി ട്രെയിലറിൽ പറഞ്ഞാണ്, ദിസ് ഇസ് ഖലീഫ പാർട്ട് 1, എന്താ ഖലീഫ ദ റൈസോ അങ്ങനെ റൂളർ, ഖലീഫ ദ റൂളർ. അപ്പൊ ഇനിയും രണ്ടാം ഭാഗം എന്താണ് ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റോറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റോറി ഉണ്ട്. പക്ഷെ അത് നല്ല വൃത്തിക്കെടുത്ത ആ പടം കത്തും. അത് വേറെ ലെവലായിരിക്കും. കാരണം ഇത് പാർട്ട് 1 ആണെന്ന് പറഞ്ഞാൽ പോലും അത് പാർട്ട് 2, പക്ഷെ അതൊരു പ്രീക്വലാണ്. ഇത് ഫാമിലി ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ മോനാണ് രഞ്ജി പണിക്കർ, രഞ്ജി പണിക്കറിന്റെ മോനാണ് പൃഥ്വിരാജ്. അത് ഭയങ്കര ഒരു ഓടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബട്ട് അങ്ങനെ നോക്കുമ്പം ഉപ്പൂപ്പ അല്ലെ, ഗ്രാൻഡ് ഫാദർ ആണ് പൃഥ്വിരാജിന്റെ ലാലേട്ടൻ. അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പൊ ഗ്രാൻഡ് ഫാദർ ആയിട്ടും അഭിനയിക്കുന്നു. അപ്പം പുള്ളി രഞ്ജി പണിക്കർ ക്ലീൻ ആണ്. മോഹൻലാൽ ഒരു സ്മഗ്ലർ ആയിരുന്നു, ഗോൾഡ് സ്മഗ്ലർ. പഴയ കാലഘട്ടത്തെ ഒരു ടൈമാണ്. അവര് ഡേറ്റ് അങ്ങനെ ഇയർ ഒന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഒരു ഗോൾഡ് സ്മഗ്ലർ, പിന്നീട് ശാന്തനായി കുറച്ച് സമയം ജയിലിലാണ്. അപ്പം പുള്ളിയുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എങ്ങനെ മമ്പറിക്കൽ മുഹമ്മദ് അലി അല്ലെ, അങ്ങനെ ഉണ്ടായിരുന്നു പേര്, ഞാൻ വിട്ടുപോയി. മുഹമ്മദ് അലി ഒരു ഫാമിലി നെയിമും ഉണ്ട്. അപ്പം അതായിരുന്നു പുള്ളിയുടെ ഒറ. അതാണ് ഇന്ദ്രൻസിന്റെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തരുന്നത്. അത് കിടുവാണ് ആ സംഭവം. അപ്പം പുള്ളിക്ക് ഒരു പാസ്റ്റ് ഉണ്ട്, ഹാർഡ് കോർ പാസ്റ്റ് ഉണ്ട്. രണ്ട് വില്ലൻസും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ രീതിയിൽ ഡെവലപ്പ് ചെയ്യണോ ദാറ്റ് ഫിലിം വിൽ ബി ഓൾ അബൌട്ട് മോഹൻലാൽ. അപ്പം കിടു ആയിരിക്കണം സാധനം. എനിവേ പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും കാണുക. അങ്ങനെ ബോറായിട്ടുള്ള എലമെന്റ് ഒന്നും ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഒരു കുഴപ്പമില്ല, ഓണത്തിന് ഇറങ്ങിയ ഒരു പടമാണ്. എന്തായാലും ഐ നോബഡിനെ കാട്ടിലും എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഐ നോബഡി എന്ന് പറഞ്ഞ ഒരു പീക്ക് പോകേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ അത് ഒരു വലിയൊരു കൊക്കയില് എത്തിയിട്ട് അതിനെ തള്ളി ഇട്ടതുപോലെ, ആ സ്റ്റോറി തള്ളി ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഐ നോബഡി പൃഥ്വിരാജ്. അപ്പം യെസ്, ദിസ് ഈസ് ഓൾ അബൌട്ട് ഖലീഫ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകൾ ഇടുക. കണ്ടവർ കമന്റുകൾ ഇടുക. ഇനി കാണാൻ പോകുന്നവരുണ്ടോ എന്താണെന്ന് പറ്റി നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.